ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്രീരഞ്ജിനി മേഡം ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, രോഹിത് കുറെ നാളായിട്ട് നോട്ടപ്പുള്ളിയാണെന്നൊക്കെ, ഇവനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇവിടെ ആരൊക്കെയാണ് വന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നു. ഇവനെ കൊണ്ടുപോകുന്നതെങ്ങാനും തടയാൻ ശ്രമിച്ചാൽ താനും കുടുങ്ങും, അത് വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ചന്ദ്രബോസ് അപ്പോൾ അത് വേണ്ട, ഇവനെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. രോഹിത്തിനെയും കൂട്ടി പോലീസുകാർ പോകുന്നുണ്ട്. സുസ്മിത അപ്പോൾ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, ശാലിനി കളി തുടങ്ങിയല്ലോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് നൂർജഹാന്റെ വീട്ടിലേക്ക് നസീറും അമ്മയും വരികയാണ്. നസീറിന്റെ അമ്മ നൂർജഹാന്റെ അച്ഛനോട് പറയാണ്, ഇക്കയാണെങ്കിൽ തന്നെയാണോ ഇവിടെ ഓരോന്ന് ചെയ്യുന്നത്, അവൾ എന്തിയെന്നൊക്കെ ചോദിക്കുന്നു. നൂറിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, ആ വാടക വീട്ടിലേക്ക് പോയതാണ്, അവിടെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നതിന് സഹായിക്കാൻ പോയതാണെന്നൊക്കെ പറയുന്നു. നസീറും നസീറിന്റെ അമ്മയും അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. എന്തിനാണ് അവൾ അവിടെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നൂറിന്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പോഴേ അവൾക്ക് വിവാഹത്തിന് താല്പര്യമില്ല, പഠിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ. നസീറിന്റെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ ഈ വിവാഹം എന്നൊക്കെ. ആ വാടക വീട്ടുകാർ വന്നതാണ് എല്ലാത്തിനും പ്രശ്നമെന്നൊക്കെ നസീർ പറയുന്നു. അവരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒഴിവാക്കുമെന്നൊക്കെ പറയാണ്. നൂറിന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീയായിട്ടൊന്നും സംസാരിക്കേണ്ട, ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലിലേക്ക് കുറുപ്പ് മാഷ് ചെല്ലുകയാണ്. മാഷു പറയുന്നുണ്ട്, ശാരദാമ്മ ഒറ്റയ്ക്കാണല്ലോ പണി ചെയ്യുന്നത്, ശാന്ത വരത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു. ശാരദാമ്മ ശാന്തയെ വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. മാഷു പറയുന്നുണ്ട്, എന്നാലും കോമ്പറ്റീഷനിൽ സത്യാമ്മ വിജയിച്ചതിൽ എന്തോ കള്ളത്തരമുണ്ട്, അത് ശരിക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, ശരിക്കും ശാരദാമ്മയാണ് ജയിക്കേണ്ടിയിരുന്നതെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ അതൊക്കെ വിടാനെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് സത്യമോളും പപ്പിമോളും വരുന്നുണ്ട്. രണ്ടുപേരെയും കാണുമ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ പോകാനാണെന്ന്. കുട്ടികൾ അപ്പോൾ പറയുന്നുണ്ട്, വിഷ്ണു അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് റെഡിയായിട്ട് നിൽക്കുകയാണെന്നൊക്കെ. വിഷ്ണുവും കമലനും കൂടെ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ വരുന്നുണ്ട്. വിഷ്ണുവിന്റെ ഓട്ടോ കണ്ടിട്ട് മാഷ് ശാരദാമ്മയോട് പറയുന്നുണ്ട്, പുതിയ ഓട്ടോ ആണെന്ന് തോന്നുന്നല്ലോ, ഓട്ടോ ശ്രീ എന്നാണല്ലോ പേരെന്നൊക്കെ പറയുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് എല്ലാവരും അവിടേക്ക് ചെല്ലുകയാണ്. വിഷ്ണു എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, എന്റെ പുതിയ ഓട്ടോയാണെന്ന്, ഓട്ടോ ശ്രീ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ തന്നെ പൂജിച്ച് തരണമെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ അത് വേണോ, അമ്പലത്തിൽ പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, അമ്പലത്തിലും പോകുന്നുണ്ട്, അതിനു മുമ്പ് ശാരദാമ്മ തന്നെ ചെയ്യണമെന്നൊക്കെ പറയാണ്. മാഷ് അപ്പോൾ പറയുന്നുണ്ട്, ശാരദാമ്മ ചെയ്താൽ പിന്നെ അന്നത്തിനൊരു കുറവും ഉണ്ടാകത്തില്ല എന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, മാഷ് തന്നെ ദീപവും കത്തിക്കാനെന്ന്. മാഷ് കർപ്പൂരം കത്തിച്ചു കൊടുക്കുന്നു. ശാരദാമ്മ തേങ്ങ വെച്ച് ഓട്ടോ ഒഴിഞ്ഞു പൂജിക്കുകയാണ്. ശേഷം വിഷ്ണു ശാലിനിയും മക്കളെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയാണ്. അവർ പോയതിനു ശേഷം മാഷ് ശാരദാമ്മയോട് പറയുന്നുണ്ട്, ഇനി അവരെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അവരിപ്പോഴൊരു ഫാമിലി ആയെന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ സങ്കടത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് സത്യാമ്മയാണ്. സത്യാമ്മ രാഘവനോട് പറയുകയാണ്, രാഘവേട്ടൻ ഇതുവരെ റെഡിയായില്ലേ, 100 ഇപ്പോൾ വരും, ഈ പൈസയാണെങ്കിൽ ബാങ്കിൽ കൊണ്ടിടാമെന്നാണ് പറഞ്ഞത് ആ കൊച്ച്, അതുകൊണ്ട് ആ കൊച്ചും കൂട്ടിന് വരുമെന്നൊക്കെ പറയാണ്. പെട്ടെന്ന് 100 അവിടേക്ക് വരുന്നുണ്ട്. റെഡിയായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട്, രാഘവേട്ടൻ റെഡിയായിട്ടില്ല, ഇനി റെഡിയാക്കണമെന്നൊക്കെ. 100 അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ റെഡിയാക്കുക, ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 100 വെളിയിലേക്ക് പോകുന്നുണ്ട്. 100 വെളിയിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ വന്ന 2 പേര് 100നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അമ്പലത്തിൽ ശാലിനിയും വിഷ്ണുവും കുട്ടികളും ആണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ്. ഓട്ടോയ്ക്ക് വേണ്ടി വഴിപാട് ചെയ്യാൻ പൂജാരിയോടൊക്കെ പറയുന്നു. കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.